प्रेममयी साई माँ, ज्ञानमयी साई माँ. എന്റെ സ്വാമി, എന്റെ അമ്മ സായി മാതാവിന്റെ ബ്ലെസ്സിംഗ് ആണ്, ഉറപ്പാണ്. നോക്കൂ, സ്വാമി ഇപ്പോൾ നമ്മളെ കാത്തു സംരക്ഷിക്കും. പെട്ടെന്ന് ഈ കുട്ടിക്ക് പഴയ സംഭവം ഓർമ്മ വന്നു. ഈ സായി നിരഞ്ജൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വാമിയുടെ പിന്നാലെ ഓടിയപ്പോൾ സ്വാമി പറഞ്ഞു, ഇൻവിസിബിൾ സ്വാമി ഈസ് മോർ പവർഫുൾ ദാൻ വിസിബിൾ സ്വാമി. ഇതിങ്ങനെ മുഴങ്ങിയാണ്. ഭഗവാൻ അന്ന് പറഞ്ഞ ആ വാക്ക് പാലിച്ചു. പിറ്റേന്ന് അദ്ദേഹം പോയി ജോലിയിൽ HR മാനേജറെ കണ്ടു, CA കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ആരാണ് എൻ്റെ ആപ്ലിക്കേഷൻ കൂടെ കൊണ്ട്, ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും റിസപ്ഷനിൽ ചോദിച്ചു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇന്നലെ ലഭിച്ചു. ആര് കൊണ്ടും നമുക്കറിയില്ല, ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്. നോക്കിയപ്പോൾ നിങ്ങൾ അക്കാഡമിക്കായിട്ട് നല്ല നിലവാരമുള്ള കുട്ടിയാണ്, നല്ല ഹൈ മെറിറ്റാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നിങ്ങളെ സെലക്ട് ചെയ്യും. ദിസ് ഇസ് സത്യ സായി ബാബ. ഇൻവിസിബിൾ സ്വാമി ഈസ് മോർ പവർഫുൾ ദാൻ വിസിബിൾ സ്വാമി. ഈ ഭഗവാനെ, ആ ഇൻവിസിബിൾ ആയ ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിൽ ബി ഇൻ മൈ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഭഗവാനെ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവണം. അതാണ് സ്വാമിയുടെ സന്ദേശം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. സമാധിയുടെ അതിനുള്ള ഒരു പ്രാർത്ഥനയായി, അതിനുള്ള ഒരു പ്രതിജ്ഞയായി നമുക്ക് മാറ്റാൻ സാധിക്കും. എല്ലാ നന്ദിയോടുകൂടി ഈശ്വരനെ സ്മരിക്കാൻ, ഈശ്വരനെ ആരാധിക്കാൻ, പവിത്രമായ സായി സംഘടനയിൽ പ്രവർത്തിക്കാൻ, സ്മരിക്കാനുമുള്ള വലിയൊരു അവസരമാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. നോക്കൂ, സ്വാമി ഗ്രാറ്റിറ്റ്യൂഡ് വീണ്ടും പറയുകയാണ്. ആദ്യകാലത്ത് സ്വാമിക്ക് ഏറ്റവും കൂടുതൽ സത്യസായി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാമിക്ക് ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തിത്വമാണ് കർണൻ സുബ്ബമ്മ. നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യനാരായണ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോൾ പലരും നിഷേധിച്ചു. കർണൻ സുബ്ബമ്മയാണ് ഭഗവാൻ ഇരിക്കാനൊരു ഇരിപ്പിടം ശരിയാക്കി കൊടുത്തത്. ഈ അവതാരത്തിന് ആദ്യമായി ഒരു അല്പ സ്ഥലം കൊടുത്തത് കർണൻ സുബ്ബമ്മയാണ്. സ്ഥലം കൊടുത്തത് മാത്രമല്ല, പനോല കൊണ്ട് ഷെഡ് കൂടി നിർമ്മിച്ചു കൊടുത്തു. സ്വാമി ഇവിടെ ദർശനം കൊടുത്തോളൂ. അങ്ങനെ സ്വാമി അവിടെ പലർക്കും ദർശനം കൊടുക്കുന്നു. അന്ന് ധർമാരം റെയിൽവേ സ്റ്റേഷനുകൂടെ നമുക്കറിയാം. കാളവണ്ടിയിലൊക്കെ കയറി വളരെ ബുദ്ധിമുട്ടി. ആ കാലത്ത് ട്രാവൽ ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടി പുട്ടപ്പുറത്തിയിലെത്തും. ഒരു ഹോട്ടൽസ് ഒന്നും പുറത്തില്ല. 10 മണിക്കും 12 മണിക്കും രാത്രി വരും. സ്വാമി ആദ്യം ചോദിക്കുന്ന നിങ്ങൾ കഴിച്ചോ ചോദിക്കും. സാർ ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടെ ഹോട്ടൽസും ഇല്ല. ഭഗവാനോട് കണ്ണ സുഖം വിളിക്കും, സുബ്ബമ്മ 10 വരെ വന്നിരിക്കുന്നു, നീ എന്തെങ്കിലും കഴിക്കാൻ പോകും. സന്തോഷത്തോടെ ആ അമ്മ യെസ് സ്വാമി, നോ എന്ന് വാക്കില്ല. അരി വെള്ളത്തിലിട്ട് കുതിർത്ത് കല്ലിലിട്ട് ആട്ടി അരച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അന്നത്തെ സംവിധാനം അതേ ഉള്ളൂ. സന്തോഷത്തോടെ ഭഗവാൻ പറഞ്ഞു, 10 മണിയല്ല, രാത്രി 12 മണിക്ക് ആളുകൾ വരും. അപ്പോഴൊക്കെ ഞാൻ സുബ്ബമ്മയോട് പറയും, അവള് ഒരു നീരസൊന്നും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യെസ് സ്വാമി, യെസ് സ്വാമി, യെസ് സ്വാമി സന്തോഷത്തോടെ ചെയ്യും. പകല് മൊത്തം സ്വാമിയുടെ കാര്യങ്ങൾ നോക്കും. സ്വാമിക്ക് കുളിക്കാനുള്ള വെള്ളം കിണറിൽ നിന്ന് കോരി കൊണ്ടുകൊടുക്കും. ഇത്രയും സേവന അവതാരത്തിന് മേടിക്കുന്ന കണ്ണൻ സുബ്ബമ്മ. ഒരുവരോട് ചോദിച്ചു, സ്വാമി കണ്ണൻ സുബ്ബമ്മയോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും? സ്വാമി ഒരാഗ്രഹമുള്ളൂ, എനിക്ക് ഈ ലോകത്ത് നിന്ന് അവസാനം വിട സ്വാമിയെ കണ്ടു പോകണം, അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എൻ്റെ സ്വാമിയെ കണ്ട് എനിക്ക് പോകണം, ഇത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അവർക്ക് സുഖമില്ലാതെ കിടപ്പിലായി. നമുക്കറിയാം, ചെല്ലം വായിക്കുമ്പോൾ അറിയാം സ്വാമി സ്ഥലത്തില്ല. സ്വാമി പക്ഷേ അറിഞ്ഞിവിടെ എത്തി. അവർ ജീവൻ പോയിരുന്നു. സ്വാമി കണ്ണ സുബ്ബമ്മ എന്ന് വിളിച്ചവരെ കണ്ണു തുറന്നു. ഭഗവാൻ ഗംഗാജലം സൃഷ്ടിച്ച് ആ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഭഗവാൻ ആവോളം കണ്ട് അവർ ലോകത്തിന് വിട പറയുന്നു. സ്വാമി വീണ്ടും പറയുന്നു, അവിടെ ശവശരീരം ദഹിപ്പിച്ച സമയത്ത് അല്പം പോലും ദുർഗന്ധമില്ലായിരുന്നു, പകരം സുഗന്ധമായിരുന്നു. കാരണം പ്യൂരിറ്റിയുള്ള, പരിശുദ്ധിയുള്ള ഒരു ഭക്തയുടെ ശവശരീരമാണ്. സ്വാമി പറഞ്ഞു ഭയങ്കരമായ സുഗന്ധമായിരുന്നു. സ്വാമി നമുക്കറിയാം, പുരാണത്തിൽ മറ്റൊരു ശവദാഹത്തിന് കാശ് സ്വാമി പറയുന്നു, പൂതന എന്നൊരു രാക്ഷസി. പൂതനയുടെ ശവം ധരിച്ചപ്പോഴും ദുർഗന്ധം ഉണ്ടായിരുന്നില്ല, സുഗന്ധമായിരുന്നു. കാരണം കൃഷ്ണൻ പാല് കുടിച്ചു, അതോടുകൂടി സംഗതി ക്ലിയറായി, ശുദ്ധിയായി. അതാണ് പറയാ. നോക്കൂ, സ്വാമിയുടെ സന്നിധിയിൽ പഴയ തമിഴ്നാട് സ്റ്റേറ്റ് TG കൃഷ്ണമൂർത്തി ആ പണ്ഡിതനാണ്, ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. നല്ലവണ്ണം ഭാഗവത പ്രഭാഷണം നടത്തും. സ്വാമിയുടെ മുമ്പിൽ അദ്ദേഹം ഭാഗവത പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഇതാണ് പൂതന എന്ന് പറഞ്ഞ രാക്ഷസിയെ കൃഷ്ണൻ കണ്ടപ്പോൾ കൃഷ്ണൻ കണ്ണടച്ചു എന്ന് പറഞ്ഞു. കണ്ണടച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പേടിച്ചിട്ട് കണ്ണടച്ചതാണോ? ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്തിനാണ് പൂതന എന്ന രാക്ഷസിയെ കണ്ടപ്പോൾ കൃഷ്ണൻ കണ്ണടച്ചത്? ഭഗവാൻ ഞാനാണ് അത് നടമാടിയത്. നീ പറയും പോലെ അല്ല,
ഭഗവാൻ തന്നെ അങ്ങനെ മാറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഞാൻ കണ്ണു തുറന്ന് അവളെ നോക്കിയാൽ അവൾ പരിശുദ്ധിയായി, പിന്നെ അവളുടെ രാക്ഷസീയ സ്വഭാവം മാറി, പിന്നെ അവൾ സീതാദേവിയൊക്കെ മാറും. ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് പരിശുദ്ധമായ അവൾ പരിശുദ്ധയായി. മനസ്സിലായേ? നോക്കൂ, അതാണ് സ്വാമി പറയും, ഒരു ദർശനം മതി, സ്വാമിയുടെ ദർശനം മതി നമ്മളെ പരിശുദ്ധമാക്കാൻ, പ്യൂരിഫൈ ചെയ്യാൻ. നമുക്കൊക്കെ ഒരു ദർശനം കൊണ്ട് പരിശുദ്ധി വന്നവരാണ്. ഒരു ദർശനം കൊണ്ട് ഹൃദയം പൊട്ടി കരയുന്നത് നമുക്ക് കാണാം. ഒരു ദർശനം കാണുമ്പോൾ അയ്യോ സ്വാമി എന്ന് വിളിച്ച ആണ്ട കണ്ണീര് കൊണ്ട് തലതല്ലുന്നവരെ കാണാം. ഒരു ദർശനത്തിനല്ലേ പുട്ടപ്പുറത്തിൽ പതിനാറ് ആളിലിരിക്കുമ്പോൾ സ്വാമിയുടെ ദർശനം കൊണ്ട് ആണ്ടത്തിന്റെ ആ ഭാവത്തിലെത്തി എത്രയോ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഭഗവാൻ പറഞ്ഞു, എവളുടെ വിധി ഞാൻ നേരത്തെ നിർണയിച്ചു കഴിഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയാൽ പ്രശ്നമാണ്, അതാണ് കണ്ണടച്ചത്. നീ പറയുമ്പോഴല്ല, എന്തൊക്കെ ഞാനാണ് അത് നടമാടിയത്. ഇതാണ് സത്യസായി. അങ്ങനെ ആവോളം ദർശനം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വാമി ആഗ്രഹിക്കുന്ന ആ പരിശുദ്ധിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് വീണ്ടും ഭഗവാൻ പറയുന്നു. കൊടൈക്കനാൽ സ്വാമിയുടെ നമുക്കറിയാം, കൊടൈ ദർശനം എല്ലാവർക്കും പലർക്കും സുപരിചിതമാണ്. സ്വാമി ദർശനം കഴിഞ്ഞ് സ്വാമിയുടെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും സ്വാമി ഗിഫ്റ്റ് കൊടുക്കും. പ്രത്യേകിച്ച് അവിടെ ആളുകൾ നിയന്ത്രിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതോടൊപ്പം തന്നെ ക്ലീനിങ് സ്റ്റാഫിന്, സെക്യൂരിറ്റിക്ക്, അതോടൊപ്പം തന്നെ അലക്കുകാരന്, എല്ലാവർക്കും സ്വാമിയുടെ കൂടെ വന്ന കുട്ടികൾക്കൊഴികെ സ്വാമിയുടെ രണ്ടാം ദർശനത്തിന് അതുമായി സഹകരിച്ച് എല്ലാവർക്കും സ്വാമി ഗിഫ്റ്റ് കൊടുക്കും. നല്ല കിറ്റാ കൊടുക്കുന്നത്. പോലീസുകാർ കൊടുക്കുന്ന സഫാരി സൂട്ടാണ്. ഇങ്ങനെ സ്വാമി എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. ഏറ്റവും അവസാനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്കൊക്കെ സഫാരി സൂട്ടാണ്. അപ്പോ സ്വാമി നോക്കിയപ്പോൾ 100 പേരുണ്ട്. കുട്ടികളാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. സ്വാമി കുട്ടികളോട് പറഞ്ഞു, എത്ര കിറ്റുണ്ട്? സ്വാമി 20 തന്നെ ഉള്ളൂ. അവർ 100 പേരുണ്ട്, പെട്ടെന്ന് ബാക്കി കൂടെ റെഡിയാക്കുക എന്ന് പറഞ്ഞ് സ്വാമി വീട് ദർശനത്തിന് പോയി. കുട്ടികൾ അവിടെ സഫാരി സൂട്ട് റെഡിയാണ്, കാര്യം തമിഴ്നാടായിട്ട് അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവർക്ക് ഉണ്ടായ മറ്റൊരു മഹാപ്രശ്നം, വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സ്വാമി സഫാരി സൂട്ട് മാത്രമല്ല കൊടുക്കുന്നത്, സഫാരി സൂട്ടിനോടൊപ്പം തയ്യൽ കൂലിയും കൂടെ കവറിൽ വെച്ച് കൊടുക്കും, സ്റ്റിച്ചിങ് ചാർജ് കൂടി കൊടുക്കും. നോക്കൂ, ഈ കുട്ടികളെ പൈസ ഉണ്ടോ? സ്വാമിയുടെ കുട്ടികൾ, അവരെ മൊബൈലില്ല, പേഴ്സില്ല, ഒന്നുമില്ല. സ്വാമി വിളിക്കുന്നു, പോകുന്നു, അല്ലെ? അവർക്ക് എല്ലാം പരിഗണന ഉണ്ട്. പക്ഷെ ഇവരുടെ പൈസ ഇല്ല. ആരോട് ചോദിക്കുക? എസ്പിയോട് ചോദിക്കാൻ പറ്റും. അവിടെ വേറെ ആരും ഇല്ല. സ്വാമിയുടെ കുട്ടികളാണ് ചെയ്യേണ്ടത്. സ്വാമി കുറെ കഴിഞ്ഞിട്ട് വീണ്ടും സ്വാമി തിരിച്ചു വന്നു. ദർശനം കഴിഞ്ഞ് സ്വാമിയുടെ കയ്യിൽ നിറച്ച് കത്തുകളാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ സ്വാമിയുടെ പറയുക, 100 കിറ്റുകൾ റെഡിയാണ്, പക്ഷെ അതിനകത്ത് പൈസ ഇല്ല, സ്റ്റിച്ച് ചാർജ്. സ്വാമിക്ക് നാണക്കേടാണത്. സ്വാമി ഇപ്പോഴും കൊടുക്കാറുള്ളതാണ്. വലിയ വിഷമിച്ച് നിൽക്കുമ്പോൾ സ്വാമി, എന്താ പ്രശ്നം? സ്വാമി, ഇതിനകത്ത് പൈസയുടെ കവർ, ആ തയ്യൽ കൂലി ഇന്നത്തില്ല സ്വാമി. സ്വാമി ഇങ്ങനെ കൈ പിടിച്ചാൽ ലെറ്റർ ഒരു ലെറ്റർ സ്വാമിയുടെ കയ്യിൽ നിന്ന് താഴെ വരും. ഒരു സ്റ്റുഡൻറ്റിനോട് സ്വാമി പറഞ്ഞു, അത് എടുത്തിട്ട് പൊട്ടിക്കാൻ പറഞ്ഞു. പൊട്ടിച്ച് നോക്കുമ്പോൾ നിറച്ച് ക്യാഷ്. ശരി, അതിനെ ഡിവൈഡ് ചെയ്ത് 100 കവറിലാക്കി കറക്റ്റാണ്. ഓരോരുത്തരും 100 കവറിലാക്കിയപ്പോൾ അത്രയും പൈസ റെഡിയാണ്. ഭഗവാൻ പറഞ്ഞു, ഇതില് ഞാൻ അത്ഭുതമൊന്നും കാണിച്ചില്ല, ഇത് എന്റെ മിറാക്കിളല്ല. നോക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ തീവ്രമായ പ്രാർത്ഥന ഉണ്ടല്ലോ. നിങ്ങൾ ആ തീവ്രമായ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റിസോഴ്സുകളെല്ലാം വന്നു ചേരും. എല്ലാ റിസോഴ്സും വന്നു ചേരും. അതുകൊണ്ടാണ് ഇത് നടന്നത്. എനിക്ക് വേണ്ടി ഇതൊക്കെ നേരത്തെ തരാം, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന. സ്വാമി നാണം കിടക്കുന്നത് സ്വാമിയുടെ പേര് പറഞ്ഞ് കൊടുക്കുമ്പോൾ എല്ലാം ഉണ്ടാകണം, പെർഫെക്ഷൻ വേണം. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. സ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ റിസോഴ്സിനെ പറ്റി നമ്മൾ ടെൻഷൻ അടിക്കുകയും വേണ്ട. ഒരു കാര്യത്തിൽ ചെയ്താൽ മാത്രം മതി. ഭഗവാൻ പറയുന്നു, നന്മയാർന്ന പ്രവർത്തനമാണെങ്കിൽ, അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിൽ, അല്പം പോലും അതിൽ ഈഗോ ഇല്ലെങ്കിൽ, അല്പം പോലും അതിൽ എന്താണ് സെൽഫിഷ് ഇല്ലെങ്കിൽ, ഉറപ്പാണ് ഈ പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളെല്ലാം റിസോഴ്സിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്നത് കൊണ്ടാണല്ലോ ഈ സമിതി മന്ദിരം വന്നത്, നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നത്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എത്ര വേണമെന്ന് നമുക്ക് ചെയ്യാം. സ്വാമി റിസോഴ്സ് തരും. പക്ഷേ അതിന് പിന്നിലുള്ള വികാരം നന്മയാർന്ന പ്രവർത്തനം. ഒരിക്കലും സെൽഫിഷ് വരാൻ പാടില്ല, ഒരിക്കലും ഈഗോ വരാൻ പാടില്ല. ഇത് സ്വാമി പഠിപ്പിക്കുന്ന പാഠമാണ് കുട്ടികൾ. ഇത് നമുക്കും മാതൃകയാവണം. സ്വാമിയുടെ ഒരു ആക്ടിവിറ്റി എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം വന്നാൽ ഭഗവാൻ പറഞ്ഞു, എല്ലാ റിസോഴ്സുകളും വന്ന് ചെയ്യും. ഇത് ഈശ്വര കാര്യത്തിൽ മാത്രമല്ല, നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു ന്യായമായ പ്രാർത്ഥനയാണെങ്കിൽ, സ്വാമി പറഞ്ഞു ന്യായമായ പ്രാർത്ഥനയാണെങ്കിൽ, അമിത മോഹങ്ങളില്ലാതെ, അത്യാഗ്രഹമില്ലാതെ, നമ്മുടെ ഒരു ആവശ്യമാണ് സ്വാമിയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പാണ്. ഭഗവാൻ പറഞ്ഞു,
ആ റിസോഴ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. പക്ഷേ ആ പ്രാർത്ഥന ശുദ്ധ പ്രേമത്തോടെ ആയിരിക്കണം നൽകാൻ പറഞ്ഞു. നോക്കൂ, ഒരു സീനിയർ ഡിവോട്ടിയോട് സ്വാമി ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി ചോദിച്ചു. അമ്മയാണ്. ഒരു സ്വാമി, സ്വാമിയുടെ ഏജിനേക്കാൾ 4 മാസം എനിക്ക് കൂടുതലാണ്. സ്വാമി നവംബറിൽ, ഞാൻ ജൂലൈ എന്ന് പറഞ്ഞു. സ്വാമി എന്താ പറഞ്ഞത്? അല്ല, സ്വാമിയുടെ വയസ്സിനേക്കാൾ 4 മാസം എനിക്ക് കൂടുതലാണ്. ഞാൻ സ്വാമിയേക്കാൾ മൂത്താളാണ്, 4 മാസം. അവരോട് എന്താ നീ പറഞ്ഞത്? സ്വാമിയുടെ വയസ്സിനേക്കാൾ 4 മാസം കൂടുതലാണ്. ഭഗവാൻ പറഞ്ഞു, എന്റെ വയസ്സ് നിർണ്ണയിക്കാൻ നീ ആരാ? സ്വാമി ചോദിച്ചു. എനിക്ക് വയസ്സില്ല, ഞാൻ ജനിച്ചിട്ടുമില്ല, മരിക്കുന്നുമില്ല, ഞാൻ ഒരിടത്തേക്ക് പോകുന്നുമില്ല. ഇതല്ലേ സത്യം. എനിക്ക് ജനനവുമില്ല, മരണവുമില്ല, എനിക്ക് ഏതുമില്ല, ഒന്നുമില്ല, ഞാൻ വരുന്നുമില്ല, പോകുന്നുമില്ല, ഞാൻ പരിപൂർണ സച്ചിദാനന്ദ ബ്രഹ്മം, എപ്പോഴും നിലനിൽക്കുന്ന ബ്രഹ്മം. ആ ഇൻവിസിബിൾ സ്വാമിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധ പ്രേമത്തോടുകൂടി, ശുദ്ധ ഭക്തിയോടുകൂടി, ഒരു ഈഗോയിസം ഇല്ലാതെ ഭഗവാൻ നിരന്തര സായി സ്മരണയും സായി സേവനത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനാണ് സ്വാമി സംഘടനയിൽ കൂടി സമിതിക്ക് രൂപം കൊടുത്തത്. എല്ലാം സമമായി ചിന്തിച്ച, ഒത്തൊരുമയോടുകൂടി ചിന്തിച്ച, ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനോനില ഉയർത്തി അതോടൊപ്പം സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മയാവുന്ന പ്രവർത്തനം ചെയ്യാൻ. അതാണ് പറഞ്ഞത്, സ്വാമി പറഞ്ഞത്, സമൂഹത്തില് ഒരു പിടി സ്നേഹം, ഒരു പിടി സേവനം നീ ചെയ്യൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ആ ഒരു പിടി സ്നേഹം, ഒരു പിടി സേവനം സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വലിയൊരു അവസരമാണ് ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ, ശ്രീ സത്യസായി സേവാ സമിതി. ആ പേരിൽ നിന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ സമൂഹത്തിലേക്ക് ഞാൻ മനസ്സിലാക്കിയ, എന്നെ കാത്തു സംരക്ഷിക്കുന്ന ശ്രീ സത്യസായിയെ സമൂഹത്തിൽ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കണം. വളരെ സന്തോഷം. ഇന്ന് പാപ്പർകുടി സമിതി ഇന്നത്തെ ഈ പ്രോഗ്രാം അതിഗംഭീരമായി ഭക്തിപൂർവ്വം സെലിബ്രേറ്റ് ചെയ്തു. ബാലദാസ് കുഞ്ഞുങ്ങളുടെ നല്ല നല്ല പ്രോഗ്രാംസ് വരാനായിട്ട് പോകുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 100ാം ശതാബ്ദി ആഘോഷിക്കുന്ന സമയത്ത് ഈ സമാധി ദിനത്തിൽ എല്ലാ നന്ദിയോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്വാമിക്ക് വേണ്ടി സേവനം ചെയ്യാൻ, ആനന്ദക്കണ്ണീർ ഒഴുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ സായി കുടുംബാംഗങ്ങൾക്കും ഭഗവാന് നിറഞ്ഞ അനുഗ്രഹം, പ്രേമം എപ്പോഴും ചൊരിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ സ്വാമിയുടെ കൃപ കൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവത് സമർപ്പിക്കുന്നു. ജയ് ശ്രീ.
ഗോപികയുണ്ട് വേണുപോകുന്നേ ഇലകുഴിഞ്ഞൊരി പൊൻകടമ്പുകൾ നാണമോടകൾ കണ്ണുപൊട്ടിയ രാസലീലയായേ കൃഷ്ണ 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 മന്ദാരപൂമണം നിറഞ്ഞുണ്ടി കൃഷ്ണ 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 തകൃതി തളകിലുങ്ങി കുളങ്കുഴലിൽ തുടങ്ങി തുലവാണിയാം രാഘവം നിതാ രാസലീലയായേ കൃഷ്ണ 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 മന്ദാരപൂമണം നിറഞ്ഞുണ്ടി കൃഷ്ണ 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 ശ്രീ സത്യസായി धीमहि तन्नः सर्वः प्रचोदयात्।
ഈശ്വരനില്ലാത്തൊരിടവുമില്ല. സർവസുഖങ്ങളും അവൻ തന്നതറിയൂ, സർവസമ്പത്തും അവൻ്റേതെന്നറിയൂ. ഭൂമിയും ഗഗനവും താരാപഥങ്ങളും ആ ശില്പി തൻ കലാവൈഭവരഹസ്യം, വൈഭവരഹസ്യം, വൈഭവരഹസ്യം. ഈശ്വരനില്ലാത്തൊരിടവുമില്ല. ഈ വിശ്വചലനത്തിനാധാരം ദൈവം, ഒളിയായി അറിവായി തെളിവായി നിറയും ഓംകാരനാദ സമുദ്രം. ഈശ്വരനില്ലാത്തൊരിടവുമില്ല. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നലെ ഭഗവാൻ സത്യസായി ബാബ അവതരിച്ച പുണ്യഭൂമിയായ പുട്ടപർത്തിയെക്കുറിച്ചും പ്രശാന്തി നിലയത്തെക്കുറിച്ചും മനസ്സിലാക്കി. ഈ പുണ്യസ്ഥലത്തെക്കുറിച്ചും പ്രശാന്തി നിലയത്തിലെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പുട്ടപർത്തിയിലെ കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണെന്ന് പഠിച്ചു. ശരി, ഇനി കൃഷ്ണപ്രിയ പറയൂ. സ്വാമിയുടെ സ്നേഹം, സേവനം ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ കഴിഞ്ഞു. ഗുരു ഭഗവാൻ ശ്രീ സത്യസായി ബാബ ശിവശക്തി സ്വരൂപനാണെന്ന് ഒരിക്കൽ അങ്ങ് ഞങ്ങളോട് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കുട്ടികളെ, അതൊരു സംഭവ കഥയാണ്. സ്വാമി ഭരദ്വാജ ഗോത്രത്തിലാണ് അവതരിച്ചത്. 1945 മുതൽ ദസറ ആഘോഷവേളകളിലെല്ലാം ഭഗവാൻ ശിവശക്തി സ്വരൂപനായി അർദ്ധനാരീശ്വര വേഷം ധരിച്ച് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുമായിരുന്നു. 1963 ജൂലൈ 6 ഭഗവാൻ നേരിട്ട് തന്നെ ശിവശക്തി സ്വരൂപത്തെക്കുറിച്ച് ഭക്തരോട് പറയുകയുണ്ടായി. ഭരദ്വാജ ഋഷി ഭഗവാൻ ശ്രീരാമദേവന്റെ അവതാര കാലത്തിലാണ് ജീവിച്ചിരുന്നത്. കുട്ടികളെ, ആ കഥ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. हिरण्यरूपाय हिरण्यपदये अम्बिकापदय उमापदये पशुपदये नमो नमः. नमो हिरण्यवाहवे हिरण्यवर्णाय हिरण्यरूपाय हिरण्यपदये अम्बिकापदय उमापदये पशुपदये नमो नमः. य एवं वेद य एवं वेद योपामायतनं वेद योपामायतनं वेद आयतनवान् भवति. आयतनवान् भवति. ॐ शान्ति शान्ति शान्तिः. ॐ शान्ति शान्ति शान्तिः.
तस्य पृष्ठमपि संवसानो वैष्णवीं लोक इह मादयन्ताम् ॐ कात्यायनाय विद्महे कन्याकुमारि धीमहि तन्नो दुर्गी प्रचोदयात् ॐ शान्ति शान्ति शान्तिः നാം വളരെ മനസ്താപത്തിലാണ്. അതിന് എന്താണ് ആശ്രമത്തിൽ സംഭവിച്ചത് മഹാഗുരു? ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും? ഇല്ല, ഈ ആശ്രമവാസികളുടെ ഭാഗത്തു നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇത്രയും കാലം ഏകദേശം 100 വർഷത്തോളമായി വേദപഠനം നടത്തുന്നു, മനനം ചെയ്യുന്നു. വേദപഠനം പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ വളരെ വളരെ നിരാശനാണ്. ഇതിന് ശരിയായ ഒരു പോംവഴി നിർദ്ദേശിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് മറ്റാരുമല്ല, ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴും സാക്ഷാൽ ദേവേന്ദ്രൻ. ദേവേന്ദ്രനെ നേരിൽ കാണുവാൻ നാം ആഗ്രഹിക്കുന്നു. എന്റെ ആഗ്രഹ നിവൃത്തിക്കായി അദ്ദേഹം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. മഹാമുനി ഭരദ്വാജ മഹർഷി, അങ്ങയുടെ തപസ്സിൽ നാം സന്തുഷ്ടനാണ്. ഭഗവാന് നാം എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? പ്രഭു, അവിടുത്തെ നിർദ്ദേശപ്രകാരം 100 വർഷങ്ങളോളമായി നാം വേദപഠനവും മനനവും നടത്തുന്നു. അതിതുവരെ പൂർത്തീകരിക്കുവാൻ കഴിയും. മഹാപ്രഭു, എനിക്കിതിൽ നിന്നും മോചനമില്ലേ? അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ അവിടുന്ന് തന്നെ ഒരു മാർഗം നിർദ്ദേശിച്ചാൽ. മഹാമുനി, ദാ അവിടേക്ക് നോക്കൂ. എന്താണ് അങ്ങ് അവിടെ കാണുന്നത്? ഒരു മൺകൂന നാം അവിടെ കാണുന്നു. ദേ ഇവിടെയോ? ഒരു മഹാപർവ്വതം. അങ്ങയുടെ
വേദപഠനത്തിന്റെ ഉദാഹരണമാണ് ഞാൻ ഇവിടെ അങ്ങയെ ബോധ്യപ്പെടുത്തിയത്. അങ്ങ് ഇത്രയും കാലം വേദപഠനവും മനനവും നടത്തിയത് ഈ മൺകൂനയുടെ ഒപ്പം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ പർവ്വതത്തോളം ഇനിയും അങ്ങയ്ക്ക് വേദപഠനം നടത്തേണ്ടതുണ്ട്. മഹർഷി, അങ്ങ് പരമലോക മംഗളയാഗമായ സവിത്രയാഗം നടത്തുക. അങ്ങയ്ക്ക് സമ്പൂർണ്ണ വേദജ്ഞാനം ലഭിക്കും. ആ യാഗത്തിൽ ദേവാദിദേവൻ, വിശ്വനാഥൻ, കൈലാസനാഥൻ, സാക്ഷാൽ ശ്രീ പരമേശ്വരൻ, ദേവി പാർവതി സമേതനായി യാഗത്തിൽ പങ്കെടുക്കണം. താങ്കൾ ഒട്ടും അമാന്തിക്കാതെ കൈലാസത്തിലേക്ക് യാത്രയായാൽ മംഗളം ഭവന്തു. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ താണ്ഡവം 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 തങ്കനാഗ കലകളിലകം താണ്ഡവം ഭവതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം തങ്കനാഗ കലകളിലകം താണ്ഡവം ഭവതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം ശുഭതാണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം ഹരതാണ്ഡവം ശുഭതാണ്ഡവം. ഭസ്മരേ
മഹാമുനി ഭരദ്വാജ മഹർഷി മിഴികൾ തുറക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളാണ്. പക്ഷേ വേദപണ്ഡിതനായ അങ്ങയ്ക്ക് തന്നെ അറിവുള്ളതാണല്ലോ ശിവശക്തി താണ്ഡവത്തിന്റെ പ്രാധാന്യം. അത് വെറും നൃത്തമല്ലെന്ന് പ്രകൃതിയുടെയും പുരുഷന്റെയും ഒത്തുചേരല് മഹാപ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് ശിവശക്തി താണ്ഡവത്തിൽ രൂഢമൂലമായിരിക്കുന്നുവെന്ന് അങ്ങയ്ക്ക് തന്നെ അറിവുള്ളതാണല്ലോ. ദൃഷ്ടിഗോചരമല്ലാത്ത കണികയിലും മഹാമേരുവിന്റെ ഉള്ളിലും ഈ താണ്ഡവം അനസ്യൂതം തുടരുന്നു. അതിന് ഭംഗം വരുത്തുവാൻ ആർക്കും കഴിയുകയില്ല.
എന്നാൽ ആ സുന്ദര താണ്ഡവം ദർശിച്ച് അങ്ങയ്ക്ക് പുണ്യാത്മാവാകുവാൻ സാധിച്ചു. താണ്ഡവം ദർശിച്ചതിന്റെ പ്രത്യാഘാതത്തിന്റെ പ്രായച്ചിത്തമായി കലിയുഗത്തിൽ ഭൂമിദേവി അക്രമത്താലും അനാചാരത്താലും പഞ്ചഭൂതങ്ങളുടെയും പഞ്ചമൂല്യങ്ങളുടെയും വിനാശത്താൽ വേദന കൊണ്ട് പുളയുമ്പോൾ മറ്റൊരു ദിവ്യശക്തികൾക്കും കലിയുഗ പ്രഭാവം തടുക്കുവാൻ ആകാത്തതിനാൽ അങ്ങയുടെ രൂപത്തിൽ പുണ്യഭാരതത്തിൽ ഞങ്ങൾ ഇരുവരും അവതരിക്കും. ആദ്യം നാം സായിബാബയായി ഷിർഡിയിലും ശിവശക്തി സ്വരൂപനായി ശ്രീ സത്യസായിബാബയായി പുട്ടപർത്തിയിലും ദേവി പാർവതി പ്രേമസായിയായി മാണ്ഡ്യയിലും അങ്ങയുടെ ഗോത്രത്തിൽ ഭക്തജന സംരക്ഷണത്തിനും ലോകശാന്തിക്കും സമാധാനത്തിനും ഞങ്ങൾ ഇരുവരും അവതരിക്കും. ഇപ്പോൾ നടക്കുന്ന അങ്ങയുടെ പവിത്രയാഗത്തിൽ ഞങ്ങൾ ഇരുവരും സന്നിഹിതരായിരിക്കും. വിജയീഭവ. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. കരധൃതമരുകനാദമുണർത്തി കനകഭുജംഗാഭരണം ചാർത്തി കതിർജട ചിന്നിച്ചുടർമിഴിമിന്നി നടമാടും ശിവമൂർത്തേ ജയ ജയ. चतुष्पदे शिवः कपोतशन्नो अस्तु द्विपदेशचतुष्पदे शिवः कपोत् अधस्पदान् मविद्वागतमण्डूका आदिपोदतान् मण्डूका आप्रकामेव गणशस्यरातिः संवजिम्बोर्वीरामनस्पृजत्वन्दपरितप्यागति स्वाहा सज्जितं महे मन्दानमन्धातो हवामहे परेशक्रभुताङ्मुपा किमन्नो यज्ञभिहवोऽध्यागाहि स्पृधोजयन्तन्मघवानमीमहे सोमस्य राज्ञो वरुणस्य धर्माणि बृहस्पतेरनोमत्याभिशर्माणि तवाहमद्यमाघमन्नुपस्फुतौ धातरुधातकलशाभक्षयं प्रसूतो भक्षमाकरं जरामपि स्वामं क्षेमं राघवसूर्यचन्द्रूजे श्रुते सातेन यज्ञाकामं वां प्रति विश्वाना येन एवातरिन्द्रयन्दो न देवेषु यया सपत्नीं बाधाते यया संविन्दते पतिम् उत्तानपर्णे ഇപ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് മനസ്സിലായില്ലേ? സ്വാമിയുടെ ഈ അവതാര കാലത്ത് തന്നെ ജനിക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞത് ഒരു മഹാഭാഗ്യം തന്നെയല്ലേ ഗുരു? അതെ കുഞ്ഞുങ്ങളെ, സ്വാമിയോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഈ സമ്പൂർണ്ണ അവതാരത്തോടൊപ്പം ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം തന്ന സാക്ഷാൽ ശിവശക്തി സ്വരൂപനായ സ്നേഹസ്വരൂപനായ ആബൽ ബാന്ധവനായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ നമുക്കൊരുമിച്ച് പ്രണമിക്കാം. നമോ നമോ നമ സത്യസായി മന്ദിരം.